നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിലെ 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ കേരള ഹൈക്കോടതി അസാധുവാക്കി. സത്യപ്രതിജ്ഞാ വേളയിൽ BJP തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ഏറ്റെടുക്കുന്ന വേളയിൽ ഈ കൗൺസിലർമാർ ഹിന്ദു ദേവീദേവന്മാരുടെ നാമത്തിലും ബലിദാനികളുടെ നാമത്തിലും ഭാരതാംബയുടെ നാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അത് നഗരസഭയുടെ 3-ാം ഷെഡ്യൂൾ പ്രകാരം ദൈവനാമത്തിലുള്ള സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ ആണ് ചെയ്യേണ്ടത് എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് CPIM പാർലമെൻ്ററി പാർട്ടി നേതാവായ നഗരസഭയിലെ SP ദീപക് നൽകിയ പരാതിയിലാണ് ഈ വിധി ഉണ്ടായിരിക്കുന്നത്. ഈ വിധി ഇപ്പോൾ വലിയ ആഘോഷമായി മാറിയിരിക്കുകയാണ്. BJPക്ക് തിരിച്ചടി, ഹൈക്കോടതിയുടെ ഈ ഒരു നിരീക്ഷണം. പക്ഷേ മറുവശത്ത് വലിയ വിവാദമായി ഈ ഒരു വിധി ഉയർന്നു വന്നിരിക്കുകയാണ്. കോടതി വിധിയെ ആരും ആക്ഷേപിക്കുന്നില്ല. പക്ഷേ ഈ കോടതി വിധി വലിയൊരു പ്രശ്നത്തിനാണ് വാതിൽ തുറന്നിരിക്കുന്നത്, നിയമപ്രശ്നത്തിന്. അതിലേക്ക് ഞാൻ വരാം. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങളും BJP വിരുദ്ധരായിട്ടുള്ള സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകളും എല്ലാം ഈ തിരിച്ചടി ആഘോഷിക്കുകയാണ്. പക്ഷേ അതിലുള്ളൊരു കേട്ട് പ്രേക്ഷകർ അസ്വസ്ഥരാകണ്ട, BJP അനുഭാവികളാരും അസ്വസ്ഥരാകണ്ട. 4 ആഴ്ചകൾക്കുള്ളിൽ ഇവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം. അതാണ് കോടതിയുടെ ഉത്തരവ്. അല്ലാതെ ഇവരുടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കിയെന്നല്ല ഈ വിധിയുടെ ഒരു ആന്തരികാർത്ഥം. അവരുടെ സത്യപ്രതിജ്ഞ, അന്ന് ചെയ്ത സത്യപ്രതിജ്ഞ അസാധുവാണ്, വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം. ഹിന്ദു ദേവീദേവതമാരുടെ നാമത്തിലുള്ള സത്യപ്രതിജ്ഞ അസാധുവാണെങ്കിൽ, അതായത് ഞാനിപ്പോൾ ഒരു കൗൺസിലറായിട്ടോ MLA ആയിട്ടോ സ്ഥാനമേൽക്കുമ്പോൾ ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ അയ്യപ്പൻ്റെ പേരിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു, ദൃഢപ്രതിജ്ഞ എന്നൊന്നും ഉപയോഗിക്കാതെ ചെയ്തുകൊള്ളുന്നു എന്നുള്ള സത്യപ്രതിജ്ഞ ഈ നഗരസഭയുടെ 3-ാം ഷെഡ്യൂൾ അനുസരിച്ച് അസാധുവാണെങ്കിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന സത്യപ്രതിജ്ഞ അസാധുവാകുമോ അല്ലയോ? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ. മറ്റെന്തെങ്കിലും ഈ ദൈവനാമത്തിനോടൊപ്പം മറ്റെന്തെങ്കിലും ഒരു പദം കൂട്ടിച്ചേർത്താൽ അത് സാധുവാണോ അസാധുവാണോ? ഇത്തരത്തിലുള്ള നിരവധി നിയമപ്രശ്നങ്ങൾ ഈ ഒരു വിധിയിൽ നിന്ന് ഉയർന്നു വരും. ഈ വിധി പ്രഖ്യാപിച്ച ബഹുമാനപ്പെട്ട ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അത്രയും നിയമ സാധ്യതകൾ അല്ലെങ്കിൽ നിയമപ്രശ്നങ്ങൾ ഈ വിധിയിൽ ഉണ്ടാകുമെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. നിയമപരിജ്ഞാനം അദ്ദേഹത്തിന് നമ്മളെയൊക്കെക്കാൾ വളരെയധികമുള്ളത് കൊണ്ട് ചിന്തിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇത് തുറന്നിടുന്ന നിയമയുദ്ധങ്ങൾക്കുള്ള വാതിലുകൾ നിരവധിയാണ്. ഇനി അങ്ങോട്ടേക്ക് അള്ളാഹുവിൻ്റെ നാമത്തിലുള്ള സത്യപ്രതിജ്ഞകളെല്ലാം ചോദ്യം ചെയ്യപ്പെടുവാനുള്ളൊരു സാധ്യതയാണ് ഇത് തുറന്നു കൊടുക്കുന്നത്. തന്നെയുമല്ല, ഈ SP ദീപക് ഈ ഒരു പരാതി നൽകിയെന്ന് പറഞ്ഞല്ലോ. ഇത്തരത്തിലുള്ളൊരു പരാതി വലിയ കാര്യമൊന്നുമില്ലാത്ത പരാതിയാണ്. കാരണം ഇത് ഈ സത്യപ്രതിജ്ഞ അസാധുവാക്കിയാൽ തന്നെ അടിസ്ഥാനപരമായിട്ട് BJPക്ക് തിരുവനന്തപുരം നഗരസഭയിലെ ഭരണമൊന്നും നഷ്ടപ്പെടില്ല. കാരണം ഇവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുക, അതുമാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവരെ കൗൺസിലർമാരായി തുടരാൻ യോഗ്യരല്ല എന്നൊന്നും ഒരു കോടതിയും നിയമപരമായി വിധിക്കുവാൻ പോകുന്നില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അറിയാം. പക്ഷേ ഇത് നമ്മളോട് വ്യക്തമാക്കുന്നൊരു കാര്യം, നിയമസഭയിൽ 3 BJP MLAമാർ ജയിച്ച് കയറി അവരുടെ സാന്നിധ്യം നിയമസഭയിൽ ഇപ്പോൾ ദൈനംദിനം എന്നോണം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രകടനം ഒന്നിനൊന്ന് മെച്ചമാണ് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരം നഗരസഭ 48 വർഷങ്ങൾ AKG സെൻറ്റർ പോലെ തന്നെ, അല്ലെങ്കിൽ തിരുവനന്തപുരം മുഴുവൻ ഒരു AKG സെൻറ്റർ ആക്കി മാറ്റി കൈവശം വെച്ച് അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ഒരു അവകാശം നഷ്ടപ്പെട്ട വേദന വളരെ വലുതാണ്. ഈ MLAമാർ ജയിച്ചതിനേക്കാളുമൊക്കെ, BJP MLAമാർ ജയിച്ചതിനേക്കാളുമൊക്കെ വളരെ വലുതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നുള്ളത് ഈ കേസ് വ്യക്തമാക്കുന്നു. ഇനി നിയമപ്രശ്നത്തിലേക്ക് തിരികെ വരാം. ഒരു ഉദാഹരണവും പറയാം. ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഫലം വന്നതിന് ശേഷം MLAമാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ സത്യപ്രതിജ്ഞകൾ നടക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു സത്യപ്രതിജ്ഞ ഞാൻ ചൂണ്ടിക്കാട്ടാം. കുഞ്ഞാലിക്കുട്ടിയുടെ സത്യപ്രതിജ്ഞ ദൈവനാമത്തിൽ, സൃഷ്ടാവിൻ്റെ നാമത്തിൽ കൂടി കൂട്ടിച്ചേർത്താണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. ഞാൻ PK കുഞ്ഞാലിക്കുട്ടി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയെയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ, സൃഷ്ടാവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തു.
MLA-മാരുടെ സത്യപ്രതിജ്ഞ നടന്നപ്പോഴേ തത്വമയി ന്യൂസ് പ്രേക്ഷകരുമായി ഒരു രസകരമായൊരു വിവരം പങ്കുവച്ചിരുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ അയ്യപ്പൻ്റെ ഉൾപ്പെടെയുള്ള ഹിന്ദു ദേവീദേവന്മാരുടെ നാമത്തിൽ BJP കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തതുകൊണ്ട് തന്നെയാണ് തുർക്കി തൊപ്പി ഒഴിവാക്കി അള്ളാഹുവിനെയും വീട്ടിലിരുത്തി ദൈവനാമത്തിൽ മുസ്ലിം ലീഗ് MLA-മാർ ഇത്തവണ നിയമസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് രംഗപ്രവേശം ചെയ്തത് എന്ന് തത്വമയി ന്യൂസ് മാത്രം പ്രേക്ഷകരോട് വ്യക്തതയോടുകൂടി പറഞ്ഞിരുന്നു. അതിൻ്റെ സാധുതയാണ്, ആ വാർത്തയെ സാധൂകരിക്കുന്ന ഒരു വിധി കൂടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ പരാതി ഹൈക്കോടതിയുടെ മുമ്പിലെത്തി. ഇത് വലിയ പ്രശ്നമായി തന്നെ മറ്റു പാർട്ടികൾ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് CPM. മുസ്ലിം ലീഗും SDPI ഒന്നും ഇതിനെതിരെ ശബ്ദമുയർത്തിയിട്ടില്ല. കാരണം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ CPM ഉണ്ടല്ലോ, അവരുടെ ബിനാമിയായിട്ട് പ്രവർത്തിക്കുവാൻ. തന്നെയുമല്ല, CPM-ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വലിയ അസ്വസ്ഥതകൾ തിരുവനന്തപുരം നഗരസഭ BJP-യുടെ കയ്യിലായതിനെ പ്രതിയുണ്ട്. അപ്പോൾ ഈ കേസിൻ്റെ നിയമപ്രശ്നങ്ങൾ ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത് അനുദിനം ഭാരതത്തിലൊട്ടാകെ. കേരള ഹൈക്കോടതിയുടെ ഇങ്ങനൊരു വിധിയുണ്ട്. ഒവൈസി നാളെ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയാണെങ്കിൽ ഒവൈസിയുടെ സത്യപ്രതിജ്ഞയ്ക്കെതിരെ കേസുകൾ വരും. ഒടുവിൽ കോടതി, സുപ്രീം കോടതിയുടെ ഏതെങ്കിലും ഒരു ഭരണഘടനാ ബെഞ്ചിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബെഞ്ചിൻ്റെയോ മുൻപിൽ ഈ കേസ് എത്തുമ്പോൾ ഇത്തരത്തിൽ നിരവധി കേസുകൾ ദൈനംദിനം എന്നവണ്ണം രാജ്യത്താകമാനം പല കോടതികളിൽ ഫയൽ ചെയ്യപ്പെടുകയാണ് എന്നുള്ളത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ വലിയ നിയമപരിജ്ഞാനമൊന്നുമില്ലെങ്കിലും ഒരു സാധാരണക്കാരനെന്നുള്ള നിലയിൽ ഒരു പക്ഷേ സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇഷ്ടമുള്ള ദേവന്മാരുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. അവിടെയും പ്രശ്നമുണ്ട്. അത് അങ്ങനെ ഒരു വിധി വരികയാണെങ്കിൽ അന്ന് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമുക്ക് തിരിച്ച് അയ്യപ്പനിലേക്കും അള്ളാഹുവിലേക്കും വരാം. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് CPM-ൻ്റെ അസഹിഷ്ണുത മാത്രമല്ല, ഹിന്ദു ദേവന്മാരുടെ പ്രസക്തി നിയമപരമായിട്ട് പോലും ചോദ്യം ചെയ്യപ്പെടുവാനുള്ളൊരു വാതായനം പലരുടെയും മുൻപിൽ നമ്മുടെ നിയമവ്യവസ്ഥ ദൗർഭാഗ്യവശാൽ തുറന്നു കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത കൂടി ഇതിൽ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈ വിധിയെ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണത്തിലിരിക്കുന്ന BJP മേൽക്കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ 4 ആഴ്ചകൾക്കുള്ളിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുവാനേ അവർ ശ്രമിക്കുകയുള്ളൂ. പക്ഷേ പുറത്തുനിന്ന് ഒരു പൊതു താൽപ്പര്യ ഹർജിയായിട്ടോ മറ്റോ, സാധുതയുള്ളൊരു പൊതു താൽപ്പര്യ ഹർജി, ആരെങ്കിലും തള്ളിപ്പോകുന്ന തരത്തിലുള്ള ഉടായിപ്പ് പൊതു താൽപ്പര്യ ഹർജിയല്ല പറയുന്നത്, അത്തരത്തിലുള്ള ഹർജികൾ ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അത്തരത്തിലുള്ള നിയമോപദേശം തേടുകയും ചെയ്യുന്നതുമുണ്ട്. അത് സംബന്ധിച്ച് കൂടുതൽ നിയമോപദേശങ്ങൾ ലഭ്യമാകുന്നതിനെ തുടർന്ന് പ്രേക്ഷകരുമായും അത് തീർച്ചയായും പങ്കുവയ്ക്കുന്നതാണ്. പക്ഷേ അയ്യപ്പൻ അസാധുവാണെങ്കിൽ അള്ളാഹുവും അസാധുവാണ്. കാരണം അയ്യപ്പന് 1 ഇഞ്ച് പോലും മുകളിൽ അള്ളാഹുവിന് സ്ഥാനം നൽകേണ്ടതില്ല. അത് എൻ്റെ വിശ്വാസമാണ്, ഹിന്ദുവിൻ്റെ വിശ്വാസമാണ്. അള്ളാഹുവിന് പോലും അയ്യപ്പനൊപ്പമുള്ള സ്ഥാനം നൽകുവാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളത് പോലും വിശ്വസിക്കാൻ എനിക്ക് അവകാശമുണ്ടെന്നിരിക്കെ അയ്യപ്പൻ്റെ നാമത്തിൽ ഞാൻ ചെയ്ത സത്യപ്രതിജ്ഞ എങ്ങനെ അസാധുവാകും എന്നുള്ളൊരു ചോദ്യം വിനയപൂർവ്വം ഹൈക്കോടതിയുടെ മുൻപിലേക്ക് വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ്റെ മുൻപിലേക്ക് വയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കോടതി വിധിയെ അനുസരിച്ചേ മതിയാകൂ, ബഹുമാനിച്ചേ മതിയാകൂ. പക്ഷേ കോടതി വിധിയെ ചോദ്യം ചെയ്യുവാനുള്ള അവകാശം ഭരണഘടനാപരമായി തന്നെ എനിക്കും നിങ്ങൾക്കും ഉള്ളത് കൊണ്ട് തന്നെ ഈ ചോദ്യം അദ്ദേഹത്തോട് ഉന്നയിച്ചുകൊണ്ട് തുടർന്നുള്ള മേൽക്കോടതിയിലേക്കുള്ള ചോദ്യങ്ങൾക്കും ഒരു വാതായനം തുറന്നിടുവാനുള്ള ഒരു മാർഗം ഞാനാകുമെങ്കിൽ അത് അയ്യപ്പൻ്റെ നിയോഗമാണെന്ന് അയ്യപ്പൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ഇനി മറ്റൊരു സത്യപ്രതിജ്ഞയുടെ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു സത്യപ്രതിജ്ഞ അസാധുവാണെങ്കിൽ ആ സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട വ്യക്തിയുടെ ഭരണഘടനാ പ്രകാരമുള്ള സ്ഥാനം തെറിക്കുന്നില്ല എന്നുള്ളത് അറിഞ്ഞു വെച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇത്രയും ചിലവേറിയൊരു നിയമയുദ്ധത്തിനിറങ്ങിയത്. വലിയ ചിലവൊന്നും ഉണ്ടായില്ല, എന്നാലും സമയവും പണവും ചിലവഴിച്ചുകൊണ്ടാണ് അവർ ഈ നിയമയുദ്ധത്തിനിറങ്ങിയത്. എന്തിനാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു മറുവശമുണ്ട്. ഇത്രയും അസ്വസ്ഥരായ അവർ ഇപ്പോഴും പലപ്പോഴും നിരന്തരമായിട്ട് തിരുവനന്തപുരം നഗരസഭയിൽ അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് നമ്മുടെ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ മുന്നിട്ടിറങ്ങി പറയുന്നതും BJP-യോടുള്ള അവരുടെ അസഹിഷ്ണുതയും BJP ഭരണം പിടിച്ചതിലുള്ള ഒരു അമർഷവും തുടരെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മുൻപിൽ. അതിൻ്റെ ഒരു അപകടം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഒരു വാർത്ത അവസാനിപ്പിക്കുകയാണ്. കാരണം അയ്യപ്പൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നാളെ ഈ ഭരണം അട്ടിമറിക്കുവാനോ അല്ലെങ്കിൽ ഈ ഭരണത്തിൻ്റെ കീഴിൽ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് എന്ന്
മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി വലിയ ദുരന്തങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടാക്കുവാനോ സാധ്യതയുണ്ട്. ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് ഡോക്ടർമാരെ വിട്ടു നൽകില്ല എന്ന അന്നത്തെ ഈ LDF സർക്കാർ പറഞ്ഞതിൽ നിന്ന് തുടങ്ങുന്നു. പിന്നീട് അത് മാറ്റി സേവാഭാരതിയുടെ ഡോക്ടർമാർ രംഗത്തിറങ്ങുമെന്നുള്ള സാഹചര്യം വന്നപ്പോൾ അവരത് ആ തീരുമാനം മാറ്റി. പക്ഷേ അത്തരത്തിലുള്ള ഒരു തീരുമാനങ്ങൾ ഭരണത്തിലിരുന്നെടുത്തവർ ഇനി ഭരണം നഷ്ടപ്പെട്ട അമർഷത്തിലും അങ്കലാപ്പിലും എന്തൊക്കെ ചെയ്തു കൂട്ടില്ല, എന്തൊക്കെ ദുരിതങ്ങൾ തിരുവനന്തപുരം നഗരവാസികളുടെ മേൽ വർഷിക്കില്ല എന്നുള്ളതും ഒരു ചോദ്യമായി തന്നെ തിരുവനന്തപുരംകാരുടെ മനസ്സിലുമുണ്ടാകണം, കേരളീയരുടെ മനസ്സിലുമുണ്ടാകണം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ്റെ നാമത്തിൽ നിർത്തുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക, ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ, അയ്യപ്പൻ വിജയിക്കട്ടെ, അയ്യപ്പൻ അസാധുവാകാതെ അള്ളാഹുവിനും മേൽ തന്നെ തുടരട്ടെ എന്ന വ്യക്തിപരമായ ആഗ്രഹത്തോടുകൂടി നിർത്തുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.